ഹലോ, ഞാൻ നാട്ടിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പം എൻ്റെ പ്ലാൻസൊക്കെ കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ 1-2 ടിപ്പുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ചും പ്ലാൻസ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. അടിപൊളിയായിട്ടുള്ള 2 ടിപ്പുകളാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പേജ് ഫോളോ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കിയാലോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ ചെടിക്ക് വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള യാത്രയൊക്കെ പോയിട്ട് വന്നാലും ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ്. അതിൻ്റെ അടപ്പിൻ്റെ ഭാഗത്ത് ഞാൻ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഹോൾ വലുതാവാണ്ട് നോക്കണം കേട്ടോ. ഇതുപോലെ ഒരു ആണി ഉപയോഗിച്ചിട്ട് ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് അളവിനുള്ളൊരു ഹോൾ തന്നെ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇയർബഡ്സ് ആണ്. നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള ഇയർബഡ്സ് യൂസ് ചെയ്താലും മതി. ഈ ഒരു ഇയർബഡ്സ് നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിനുള്ളിലൂടെ ഒന്ന് കടത്തി കൊടുക്കാം. ഇയർബഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം നമുക്ക് നഷ്ടമാവത്തില്ല. അതിൻ്റെ അറ്റത്ത് കോട്ടൺ ഉള്ളത് കൊണ്ട് തുള്ളി തുള്ളിയായിട്ട് മാത്രമേ വെള്ളം നമ്മുടെ ചെടിയുടെ മൂട്ടിൽ വീഴുകയുള്ളൂ. അപ്പോൾ ഏകദേശം ഒരാഴ്ചയൊക്കെ നമ്മൾ നനച്ചില്ലെങ്കിലും നമ്മുടെ ചെടി നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും. ഇനി നമുക്ക് ഈ ഒരു കുപ്പി നിറച്ചും വെള്ളം എടുക്കാം. ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കുപ്പിയും വെള്ളവും ചെടിയുടെ മൂട്ടിൽ വെക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല കനമുള്ള ചെറിയ കമ്പുകളാണ്. ഈ ഒരു കുപ്പിയും വെള്ളവും താങ്ങാൻ കഴിയുന്ന അത്രയും ബലമുള്ള കമ്പുകൾ വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. കാരണം കാറ്റടിക്കുമ്പോൾ ഒന്നും ഇത് മറിഞ്ഞ് വീഴരുത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പട്ടിയോലിൻ്റെ ചെറിയ ചെറിയ പീസുകളാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ നിറച്ച് വെച്ചിരുന്ന ആ ഒരു ബോട്ടിൽ ഈ ഒരു കമ്പിൽ നല്ലതുപോലെ ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിയെടുക്കണം. ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ കെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിലൊരു പശ ഉള്ളത് കൊണ്ട് നല്ലതുപോലെ തന്നെ ഇരുന്നോളും. ഇനി നിങ്ങളുടെ കയ്യിൽ സെല്ലോ ടേപ്പ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ടോയിനോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ടാഗോ വെച്ചിട്ട് കെട്ടിയാവുന്നതാണ്. എങ്ങനെയായാലും നല്ല മുറുക്കി തന്നെ നമ്മൾ കെട്ടി വെക്കണം. ആ ഒരു കമ്പിൽ നമ്മൾ ഈ എടുത്ത ആ ഒരു കുപ്പിയും വെള്ളവും നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. കെട്ടുന്ന സമയത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ എടുത്ത ആ ഒരു കമ്പുണ്ടല്ലോ, അതിൻ്റെ അറ്റം കുറച്ചും മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കണം. ആ ഒരു ഭാഗമാണ് നമ്മൾ മണ്ണിൽ കുത്തി വെക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കെട്ടാനായിട്ട്. നമ്മൾ എടുക്കുന്ന കമ്പ് കുറച്ച് ബലമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ നല്ല മുറുക്കി നമ്മൾ ടൈറ്റായിട്ട് കെട്ടുകയും വേണം. ഈ 2 കാര്യങ്ങളാണ് കേട്ടോ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കെട്ടിവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കുറച്ച് മുകളിലും കമ്പ് കുറച്ച് താഴെയുമായിട്ട് ഈ ഒരു രീതിയിലിരിക്കും. ഈ താഴേക്ക് ഇരിക്കുന്ന കമ്പ് നമ്മൾ ചട്ടിയിൽ ഇതുപോലെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുമ്പം ആ ഒരു വെള്ളം ഡ്രോപ്പായിട്ട് നമ്മുടെ ചെടിയുടെ മൂട്ടിൽ വീണോളും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതൊരു രീതിയിലാണ് നമ്മൾ ആ കമ്പും ബോട്ടിലും കൂടെ കെട്ടിവെക്കേണ്ടതെന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഒരുപാട് വെള്ളം ചെടിയുടെ മൂട്ടിലേക്ക് വീഴത്തില്ല. അതുമൂലം ഉണ്ടാകുന്ന അഴുകൽ പോലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. മാത്രവുമല്ല ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ചെടിക്ക് വെള്ളം നനച്ചില്ലെങ്കിലും ചെടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഒരു കമൻറ്റ് കൂടി തരാനായിട്ട് മറക്കരുത്. എന്നെപ്പോലൊക്കെ നാട്ടിലേക്ക് ഒരാഴ്ച 2 ആഴ്ചത്തേക്കൊക്കെ അവധിക്ക് പോകുന്നവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെടികൾ വാങ്ങി പരിപാലിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും വെള്ളം നനയ്ക്കാൻ പറ്റാണ്ട് ഇതെല്ലാം കരിഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ കൂടുതൽ നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് 2ാമത്തെ ടിപ്പ് കണ്ടാലോ. 2ാമത്തെ ടിപ്പ് വന്നിട്ട് ഒരേ സമയം 4-5 ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ പറ്റുന്ന കിടിലൻ ഒരു ടിപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇത് ചെയ്ത് നോക്കാറുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ കുറച്ച് ഹൈറ്റിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പെയിൻറ്റിൻ്റെ ഡബ്ബയാണ്. നമ്മുടെ ചെടിയുടെ ചട്ടിയേക്കായും ഉയരത്തിലുള്ള ഒന്ന് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിന് മുകളിൽ ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് പരന്ന പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തോളും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരേ സമയം കൂടുതൽ ചെടികൾക്ക് വെള്ളം നനയ്ക്കാനായിട്ട് കഴിയും. എത്ര ചെടികൾക്കാണോ വെള്ളം നനയ്ക്കേണ്ടത് അത് ഇതുപോലെ നമ്മൾ എടുത്ത പെയിൻറ്റ് ഡബ്ബയ്ക്ക് ചുറ്റും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെയിൻറ്റ് ഡബ്ബയോട് കുറച്ച് അടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആ നടുക്ക് ഹൈറ്റിന് വെച്ചിരിക്കുന്ന ആ പെയിൻറ്റ് ഡബ്ബയുടെ മുകളിൽ ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളമെടുത്തത് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോട്ടൻ്റെ തുണിയുടെ പീസുകളാണ് കേട്ടോ.
കോട്ടൺ തുണികൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലാണ്ട് നമ്മൾ പോളിസ്റ്ററോ അതുപോലെ തന്നെ നൈലോണോ പോലുള്ള മെറ്റീരിയലിൻ്റെ തുണികൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലൊരു റിസൾട്ട് കിട്ടത്തില്ല. ഇനി നമുക്കിത് ഇതുപോലുള്ള കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മുടെ 2 വിരലിൻ്റെ കനത്തിൽ ഒന്ന് കീറിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് നല്ല തുണികളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള കോട്ടൻ്റെ തുണികളുണ്ടാവുമല്ലോ, നൈറ്റിയോ അതല്ലാന്നുണ്ടെങ്കിൽ മുണ്ടോ ഒക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഈ ഒരു തുണിയുടെ നീളം വരുന്നത് നമ്മുടെ ബക്കറ്റിൽ നിന്നും ചെടിയിലേക്ക് എത്രത്തോളം നീളമുണ്ടോ അതനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഈ തുണികൾ മുറിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ 4 ചെടിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. 4 ചെടിച്ചട്ടിക്കും വേണ്ടിയിട്ട് 4 പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പീസ് തുണിയും ഈ ഒരു വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരറ്റം വെള്ളത്തിലും മറ്റേ അറ്റം ചെടിയുടെ മൂട്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് 4 ചെടിച്ചട്ടിയിലേക്കും 4 പീസ് തുണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരാഴ്ച വരെ ഈ ഒരു ചെടിയിൽ വെള്ളം നനച്ചില്ലെങ്കിലും ചെടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഈ ടിപ്പുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുമ്പം ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ. കാരണം ചെന്നൈ പോലുള്ളൊരു സിറ്റിയിൽ എത്രത്തോളം ചൂടുണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നാലും എൻ്റെ ചെടി ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള സക്സസ് ആവുന്ന ടിപ്പുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്ത 2 ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇങ്ങനെയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരിലേക്കും എത്തുകയുള്ളൂ. ഈ 2 ടിപ്പുകളിലും നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ. വീണ്ടും നമുക്ക് കിടിലനായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.